പാക്കേജൊന്നും ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ അമ്പോളി വാട്ടർഫാൾസും ദൂദ്സാഗർ വാട്ടർഫാൾസും കണ്ടുവരാൻ പറ്റിയ ഒരു ചെറിയ വിവരണ വീഡിയോ ഉണ്ടത്. പോകാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. തിരൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. ആദ്യം പോകേണ്ടത് അമ്പോളിലേക്ക് ആയതുകൊണ്ട് തിരൂരിൽ നിന്നും കുടാലിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 460 രൂപയാണ് സ്ലീപ്പർ കോസ്റ്റ് വരുന്നത്. അമ്പോളിയിലെ പ്രധാനപ്പെട്ട ഏത് ലൊക്കേഷൻ സന്ദർശിക്കണമെങ്കിലും കുടാലിൽ പോയി ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ പോകേണ്ടവർ ശ്രദ്ധിക്കുക. നമ്മൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണോ പുറപ്പെടുന്നത്, എവിടെ നിന്നായാലും എടുക്കേണ്ട ടിക്കറ്റ് കുടാലിലേക്കാണ് കേട്ടോ. കുടാലിലെ പ്രധാന കേന്ദ്രങ്ങളായ അമ്പോളി വാട്ടർഫാൾസ്, ബാബ വാട്ടർഫാൾസ്, മഹാദേവ് ഗഡ്, ഇരൻകേഷി ടെമ്പിൾ, റിവേഴ്സ് വാട്ടർഫാൾസ്, ഈ പ്രധാന പോയിൻറ്റുകളെല്ലാം സന്ദർശിക്കണമെങ്കിലും ഷെയർ ടാക്സി നിർബന്ധമാണ് കേട്ടോ. കാലത്ത് 6 മണിക്കാണ് കേട്ടോ കുടാലിൽ വണ്ടി എത്തുന്നത്. ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കുടാലിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കണമെങ്കിൽ ഷെയർ ടാക്സി വിളിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ 2-3 കൂട്ടങ്ങൾ അഥവാ അവിടെ വിസിറ്റേഴ്സിന് വന്ന ആളുകളെ കണ്ടെത്തി ഒരു 10 പേരടങ്ങുന്ന ഒരു ടീം ആവുകയാണെങ്കിൽ അവിടെ ടെമ്പോ ട്രാവലർ വിളിച്ച് കറങ്ങുകയാണ് ഏറ്റവും ഉത്തമം. നിങ്ങളൊരു 4 പേരുള്ളൂ, വേറെ അങ്ങനെ 4 പേര് 2 പേര് വീതം നിങ്ങളൊരു 10-12 പേര് അടങ്ങുന്ന ഒരു ഗ്യാങ് ആവുകയാണെങ്കിൽ കുടാലിൽ നിന്നും എല്ലാ ഡെസ്റ്റിനേഷനുകളും സന്ദർശിച്ചു തിരിച്ച് കുടാൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ച് എത്തിക്കുന്ന രീതിയിൽ ഷെയർ ടാക്സി ഡ്രൈവറോട് വില പേശാവുന്നതാണ്. ഞങ്ങൾ 2 ഗ്യാങ്ങുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു ടെമ്പോ ട്രാവലർ വിളിച്ച് അമ്പോളിയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ച് തിരിച്ച് കുടാലിൽ തന്നെ തിരിച്ചെത്താൻ ഞങ്ങൾക്ക് ചിലവ് വന്നത് 7500 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടെമ്പോ ട്രാവലർ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഹമീദ് എന്നാണ്, ടെമ്പോ ട്രാവലർ ഡ്രൈവറുടെ. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. വൈകുന്നേരം 7 മണിയോടുകൂടി അമ്പോളിയിലെ പ്രധാന ഡെസ്റ്റിനേഷനുകളെല്ലാം സന്ദർശിച്ചു. കുടാലിൽ നിന്ന് ഞങ്ങൾ ഗോവയിലെ മഡ്ഗണിലേക്ക് ടിക്കറ്റ് എടുത്തു കേട്ടോ. 70 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. 8:30-നും 10 മണിക്കൊക്കെ വണ്ടിയുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോക്കൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഗോവയിലെ മഡ്ഗണിൽ ഇറങ്ങി അവിടെ റൂമോ ഡോർമെട്രിയോ നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഉപയോഗിക്കാം. ഞങ്ങൾ ഡോർമെട്രിയാണ് സെലക്ട് ചെയ്തത്. 250 രൂപയാണ് കേട്ടോ ഒരു ബെഡ് സ്പേസ് ചാർജ് വരുന്നത്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി അവിടെ നിന്നും ദൂദ്സാഗർ വാട്ടർഫാൾസ് ട്രെക്കിങ്ങിന് പോകുന്നതിനായി ടിക്കറ്റ് എടുക്കേണ്ടത് കുലേം സ്റ്റേഷനിലേക്കാണ് കേട്ടോ. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മഡ്ഗൺ ടു കുലേം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ട്രെക്കിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 637 രൂപയാണ് കേട്ടോ ദൂദ്സാഗറിലേക്കുള്ള ട്രെക്കിംഗ് ഫീ വരുന്നത്. കൊടും കാട്ടിലൂടെ കാടും കുന്നും മലയും താണ്ടി 12 കിലോമീറ്റർ വൺ സൈഡ്, ടോട്ടൽ 24 കിലോമീറ്റർ ട്രെക്കിംഗ് വരും കേട്ടോ. ടോട്ടൽ 10 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിട്ടാണ് ഫോറസ്റ്റ് കടത്തിവിടുക. ഒരു ഗൈഡിന് 10 പേർ എന്നാണ് കണക്ക് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ 10 പേർ ആവാൻ വേണ്ടി ശ്രമിക്കുക ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാടും റോഡും കുന്നുകളെല്ലാം താണ്ടി 12 കിലോമീറ്റർ വൺ സൈഡ് നടന്നാൽ മാത്രമാണ് കേട്ടോ ദൂദ്സാഗറിലെത്താൻ കഴിയുള്ളൂ. അതേപോലെ 12 കിലോമീറ്റർ തിരിച്ചു നടക്കാനുണ്ടാകും. ടോട്ടൽ 24 കിലോമീറ്റർ ട്രെക്കിംഗ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ആവശ്യ സാധനങ്ങൾ ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റ്, സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും, വെള്ളം, ട്രെക്കിങ്ങിന് പറ്റിയ ഷൂ എല്ലാം കയ്യിൽ കരുതണം കേട്ടോ പോകുന്നവർ. ട്രെക്കിംഗ് കഴിഞ്ഞ് മാക്സിമം 5 മണിക്ക് മുമ്പേ തിരിച്ചു കുലേം എന്ന സ്റ്റേഷനിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. 5:20-നാണ് തിരിച്ച് ഗോവയിലേക്ക് അഥവാ മഡ്ഗണിലേക്കുള്ള ട്രെയിൻ വരുന്നത്. 5:20 കഴിഞ്ഞാൽ അടുത്ത വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രെക്കിംഗ് മാക്സിമം ഫാസ്റ്റ് ആക്കുക. 5 മണിക്ക് മുമ്പേ കുലേം സ്റ്റേഷനിൽ എത്തിച്ചേരുക. ഓക്കെ. 5:30 പുറപ്പെട്ട് 6:30 ആകുമ്പോഴേക്കും മഡ്ഗണിലേക്ക് എത്തിച്ചേരാവുന്നതാണ് കേട്ടോ. മഡ്ഗണിൽ എത്തിക്കഴിഞ്ഞാൽ പർച്ചേസിങ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം. അല്ലാത്തവർക്ക് എങ്ങനെയായാലും 8 മണിക്ക് 10 മണിക്കൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ ലോക്കൽ ആണ് എടുത്തത്. 250 രൂപയാണ് കോസ്റ്റ് വന്നത്. നിങ്ങൾക്ക് മുൻകൂട്ടി വേണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ബുക്ക് ചെയ്യാം. 410 രൂപയാണ് കേട്ടോ കോസ്റ്റ് വരുന്നത്. അങ്ങനെ അമ്പോളി വാട്ടർഫാൾസ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഗോവ ദൂത് വാട്ടർഫാൾസൊക്കെ സന്ദർശിച്ച് ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചെത്താൻ
ചിലവ് വന്നത് 2800 രൂപയാണ് കേട്ടോ 4 ദിവസത്തെ യാത്രക്ക്. അതുപോലെ നിങ്ങൾക്കും ലോ ബഡ്ജറ്റിൽ പോയി പോരാൻ പറ്റിയ ഒരു വിവരണ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.